ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേപ്പാളിനെ പറ്റിയാണ്. കാഠ്മണ്ഡുവാണ് നേപ്പാളിൻ്റെ തലസ്ഥാനം. ഔദ്യോഗിക ഭാഷ നേപ്പാളിയാണ്. നേപ്പാളി റുപ്പിയാണ് ഇവിടുത്തെ കറൻസി. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണുള്ളത്. നേപ്പാളിലെ ടിലിക്കോ തടാകമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. എവറസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 10 കൊടുമുടികളിൽ 8 എണ്ണവും ഇവിടെയാണുള്ളത്. ഏറ്റവും ചെറിയ റെയിൽവേ ലൈൻ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ. വെറും 59 കിലോമീറ്റർ ആണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൻ്റെ നീളം. ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് നേപ്പാൾ. എവറസ്റ്റ് മുതൽ ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനി വരെ ഇവിടെയാണല്ലോ ഉള്ളത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 4 കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. AD 1200 അധികാരത്തിലെത്തിയ മല്ലാവി രാജവംശത്തിൻ്റെ കാലമാണ് നേപ്പാളിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിൽ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി ജംഗ് ബഹാദൂർ റാണ അധികാരത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ തലമുറകൾ 104 വർഷക്കാലം ഇവിടെ ഭരണം നടത്തി. 1950-കളിൽ ത്രിഭുവൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങളിൽ റാണ ഭരണകൂടം പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രനായ മഹേന്ദ്ര രാജാവ് ഇവിടെ പുതിയ ഭരണഘടനയും കൊണ്ടുവന്നു. അതനുസരിച്ച് നടന്ന തിരഞ്ഞെടുപ്പിൽ നേപ്പാളി കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തി. എന്നാൽ 1960-ൽ മഹേന്ദ്ര രാജാവ് സർക്കാരിനെയും പാർലമെന്റിനെയും പിരിച്ചുവിട്ടു. 1991-ലാണ് പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്നത്. വർഷങ്ങൾ നീണ്ട രാജഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് 2008 മെയ് 28-ന് നേപ്പാൾ റിപ്പബ്ലിക്കായി. ഹൈന്ദവ രാഷ്ട്രമായിരുന്ന നേപ്പാൾ 2006-ലാണ് മതനിരപേക്ഷ രാജ്യമായത്. ഇവിടുത്തെ ദേശീയ മൃഗം പശുവാണ്. ഹിമാലയൻ മൊണാലാണ് ദേശീയ പക്ഷി. പടിഞ്ഞാറൻ നേപ്പാളിലെ കുന്നുകളിൽ വസിക്കുന്ന ജനവിഭാഗമാണ് ഷേർപ്പകൾ. ഹിമാലയൻ യാത്രികർക്ക് വഴികാട്ടിയാവുന്നത് ഇവരാണ്. നേപ്പാളിലെ പോരാളികളായ ജനവിഭാഗമാണ് ഗൂർഖകൾ. സത്യസന്ധതയ്ക്കും ധീരതയ്ക്കും പേരുകേട്ടവരാണ് ഇവർ. നേപ്പാളിൻ്റെ സൈന്യത്തിൽ മാത്രമല്ല, ഇന്ത്യ, ബ്രൂണൈ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യത്തിലും ഇവർ സേവനം ചെയ്യുന്നുണ്ട്. 1814-ൽ നടന്ന ബ്രിട്ടീഷ് ഗൂർഖ യുദ്ധത്തിൽ ഗൂർഖകളുടെ അപാര ധൈര്യം തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തിൽ ഗൂർഖകൾക്കായി ഒരു റെജിമെന്റ് തന്നെ സൃഷ്ടിച്ചു. ഇവർ കൊണ്ടു നടക്കാറുള്ള കുക്രി എന്ന കത്തിയും വളരെ പ്രസിദ്ധമാണ്. ഈ രാജ്യത്തിൻ്റെ പതാകയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേയൊരു രാജ്യമാണ് നേപ്പാൾ. 2015-ൽ അന്തരിച്ച നേപ്പാളുകാരനായ ചന്ദ്ര ബഹാദൂർ ദംഗിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്ന റെക്കോർഡിന് ഉടമ. 54.9 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉയരം. അപ്പോൾ ഇത്രയൊക്കെയാണ് നേപ്പാൾ എന്ന നമ്മുടെ അയൽരാജ്യത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.